സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ല. അതിസങ്കീർണമായ കേസാണിത്. വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ലെന്നും ദേവസ്വം ബെഞ്ച്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാനായി മാറ്റി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും കൊല്ലത്ത് നിന്ന് എസ് വിനീഷൻ ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, നേരത്തെ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SITയുടെ അന്വേഷണത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. പല ഉന്നതരിലേക്കും എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല എന്ന്. മാത്രമല്ല, അതോടൊപ്പം ഏറ്റവും അധികം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. ഇതേ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നു. അതായത് 90 ദിവസം കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഓരോ പ്രതികളും ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതെന്ന വിമർശനമാണ് ഉയരുന്നത്. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് എന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഹൈക്കോടതി വലിയ വിമർശനമാണ് SITക്ക് നേരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായ ജാമ്യം ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. അത് നേരത്തെ മുരാരി ബാബുവിനും അത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത്തരത്തിൽ സ്വാഭാവിക ജാമ്യവുമായി പുറത്തിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് എന്ന SITയോട് ഈ കാര്യവുമായി സൂചിപ്പിച്ച് വലിയ വിമർശനം ഉന്നയിച്ചു തന്നെയാണ് കോടതി അന്ന് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി SITയോട് ചോദിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് മറുപടിയാണ് SIT കോടതി നൽകിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ കൊലപാതകമോ മർദ്ദനമോ അല്ലെങ്കിൽ മോഷണമോ അങ്ങനെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ളതെന്നുള്ള വിശദീകരണമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ക്ലാരിറ്റിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത്. അതായത് 90 ദിവസത്തിനുള്ളിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കത്തക്ക തരത്തിൽ പ്രതികൾക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അത്തരത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടുന്ന ഒരു കേസല്ല സ്വർണ്ണക്കൊള്ള. അത് വിചാരണ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. സൂക്ഷ്മമായി ഈ കേസ് പഠിക്കേണ്ടതുണ്ട്. അതിസങ്കീർണമായ ഒരു കേസ് തന്നെയാണ് ഇത് തന്നെയാണ് എന്നാണ് കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. അങ്ങനെയാണ്. നേരത്തെയും SITയോട് വലിയ വിമർശനം ഉന്നയിച്ചപ്പോഴും SIT ഇതിനുള്ള മറുപടിയായി നൽകിയിരിക്കുന്ന കാര്യം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്ര സ്വർണം പോയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. അത് മാത്രമല്ല, ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ല. ആകെ കോടതിക്ക് മുൻപാകെ SITക്ക് മുൻപാകെയുള്ളത് VSSCയുടെ പഠന റിപ്പോർട്ടാണ്, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള കാര്യം അതിന് സാവകാശം വേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. കോടതി ഈ കാര്യം ഉന്നയിച്ച് നേരത്തെ ഇവരെ SIT വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് SIT മറുപടി കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരു സാധാരണ കേസല്ല. അതായത് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ കൊലപാതക കുറ്റമോ അതല്ലെങ്കിൽ മോഷണ കുറ്റമോ അതല്ലെങ്കിൽ മർദ്ദനമോ മറ്റേതെങ്കിലും ക്രൈം വിഭാഗത്തിൽപ്പെടുന്നതോ ഉള്ള കേസ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന കേസല്ല. അതായത് അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കേണ്ട സാഹചര്യമല്ല ഇതിനുള്ളത്. ഇതിൽ കൂടുതൽ പഠനങ്ങൾ വേണം, കൂടുതൽ വിശദീകരണങ്ങൾ വേണം, കൂടുതൽ അവഗാഹം ആഴത്തിൽ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയും ഈ കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് പ്രതിപക്ഷം തന്നെ അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് പത്മകുമാറിനെ പോലുള്ള ഏതാനും ചില ഉന്നതരിലേക്ക് മാത്രം അന്വേഷണം എത്തി, മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. അങ്ങനെ ഈ പാർട്ടി നേതാക്കളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിൽ നടക്കുന്നതെന്ന വിമർശനം ഉയരുമ്പോഴാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഇത്തവണ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും തൃപ്തി പ്രകടിപ്പിക്കുകയാണോ ഹൈക്കോടതി? ടോം സൂചിപ്പിച്ചതുപോലെയുള്ള, അതായത് ഉന്നതരിലേക്ക് എന്തുകൊണ്ടാണ്
അന്വേഷണം എത്താത്തത്? വമ്പൻ സ്രാവുകൾ ഇനി കൊടുക്കാനുണ്ട്. അത്തരം ആളുകളെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടുന്ന സാഹചര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ഉന്നയിച്ച് SIT കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതിയുടെ നിരീക്ഷണത്തിലുമാണ് ഈ കേസിന്റെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതല്ലാതെ ശങ്കർദാസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കോടതി SITക്ക് പുറമെ ഒരു എൻക്വയറി പോലും ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാതെ. അതുകൊണ്ട് തന്നെ SITക്ക് കോടതിയുടെ നിർദ്ദേശമുണ്ട്. കോടതി നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ ഇതിന് ഹൈക്കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഇടത്തേക്കാണ് SIT പോകുന്നത്. അതിനിടയിലും കുറ്റപത്രം, അതായത് കുറ്റപത്രമല്ല, നമ്മുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ കോടതി SITയോട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഉന്നതരെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നത്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉന്നതരിലേക്കുള്ള അന്വേഷണം എന്താണ് ഉന്നതരിലേക്ക് എത്താത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും വളരെ അങ്ങേറ്റം വിമർശനാത്മകമായി തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. അതിനും SIT മറുപടി നൽകുകയും സാവകാശം ചോദിക്കുകയും ചെയ്ത സാഹചര്യം. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിനോ വലിയ ആയുധമാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും മറ്റ് പല ഉന്നതരിലേക്ക്, അതായത് പത്മകുമാറിൽ എത്തി നിൽക്കുന്ന അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. എന്നിരുന്നാലും അത് കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. കാരണം ഈ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ കോടതി അത് അസസ് ചെയ്ത ശേഷമാണ് അതിലുണ്ടാകുന്ന പോരായ്മകളെ പറ്റി നിരീക്ഷിക്കുകയും അത് SITയോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും നമുക്കറിയാം ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വരുമ്പോൾ പുറത്തിറങ്ങുന്നതിൽ ആശങ്കയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇനി അറിയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമോ എന്നാണ്. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. വിനീഷിലേക്ക്. വിനീഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ അതാണ് ഏറ്റവും വലിയ ഒരാശങ്കപ്പെടുത്തുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കേസിലെ മുഖ്യപ്രതിയാണ്. എന്താണ് ഈ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ നിലപാടെന്താണ്? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യം ജാമ്യം ലഭ്യമായതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. പക്ഷേ പുറത്തിറങ്ങാതെ ഇപ്പോഴും ജയിലിൽ തുടരുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമുക്കറിയാം, ദ്വാരപാലക കേസിലായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമായത്. കട്ടളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി കഴിയാതിരുന്നത് കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നത്. തുടർന്നാണ് 3 പ്രതികൾ, ഈ അടുത്ത സമയത്തായി 3 പ്രതികൾ ജയിൽ മോചിതരായത്. ഈ കാരണങ്ങൾ, അതായത് 3 പ്രതികൾ ജയിൽ മോചിതരായി, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകൻ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. 31-ന് 90 ദിവസം പൂർത്തിയായി. 2 കേസിലും 90 ദിവസം പൂർത്തിയായത് കൂടി സ്വാഭാവിക ജാമ്യം ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. ഇന്ന് കോടതി വാദം കേട്ടു, ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടു. ഇതിന്റെ വിധി പറയുന്നതിനായി കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവിക ജാമ്യം ലഭ്യമാകാൻ തന്നെയാണ് സൂചന. അതായത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് SITക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം നിൽക്കുന്നു. ഹൈക്കോടതിയിലടക്കം SITക്ക് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇതെല്ലാം ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വാഭാവിക ജാമ്യത്തിന് അർഹരായതുകൊണ്ട് ജാമ്യം ലഭ്യമാകാൻ തന്നെയാണ് സൂചനകൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം തീർച്ചയായും വിനീഷ്, എന്തായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും EDയുടെ മുന്നിലേക്കാണ് വരുന്നത്. മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു, കൂടുതൽ പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒന്നും രക്ഷപ്പെടാമെന്ന് പ്രതികൾ വിചാരിക്കേണ്ടതില്ല, അല്ലെ, കരുതേണ്ടതില്ല. കാരണം നിയമ നടപടികൾ ഇനിയും ഉണ്ടാകും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറികളാണ് നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള വലിയ തെളിവുകളാണ് EDയുടെ പക്കലുള്ളത്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും EDയുടെ മുന്നിൽ മണിക്കൂറുകളോളം ഇവർ ഉത്തരം നൽകേണ്ടി വരും. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ അടക്കം ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. 9 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തപ്പോൾ നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടാണ് നമുക്കറിയുന്നത്. പക്ഷേ അപ്പോഴും മുരാരി ബാബുവിൽ നിന്നും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നുള്ള മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം വലിയ ആശങ്കാജനകമാണ്. ഇതിലെല്ലാം ഉത്തരം വന്നേ മതിയാവുകയും
വരികയുള്ളൂ. എന്തായാലും എസ്.ഐ.ടിയുടെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നു. നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ അന്വേഷണം പൂർത്തീകരണത്തിലേക്ക് എത്താത്തത് കൊണ്ട് ഇതിന്റെ ഈ ഇടക്കാല ഒരു കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള വലിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകത്ത് തന്നെ ഇതിൽ നിന്നൊരു വ്യക്തത വരും, കോടതിയിൽ നിന്നൊരു വ്യക്തത വരും. കാരണം എങ്ങനെയാകും ഒരു വിധി ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാണ്. എസ് വിനീഷും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.